ഇന്നിപ്പോൾ പുൽക്കൂടിന്റെ കഥയൊന്നും ഇല്ല കേട്ടോ. ഡിസംബർ 8, അതെ, മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള 4 വിശ്വാസ സത്യങ്ങളുണ്ട്. നിത്യകന്യക, ദൈവമാതാവ്, സ്വർഗാരോപിത, അമലോത്ഭവം. ഈ വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് അമലോത്ഭവ. ഉത്ഭവ പാപം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ജന്മപാപം ഇല്ലാത്തവർ. ഉത്ഭവ പാപത്തിൽ നിന്ന് ദൈവമറിയത്തെ രക്ഷിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ദൈവപുത്രനെ സ്വീകരിക്കാൻ മനുഷ്യവർഗത്തെ എത്രമാത്രം ഒരുക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അമലോത്ഭവം. പരിശുദ്ധ കന്യാമറിയം ദൈവവചനത്തിന്റെ മാതാവും സർപ്പത്തിന്റെ തല തകർത്തവളും ദൈവ കൃപ ലഭിച്ചവളുമാണ്. പുൽക്കൂട്ടിലേക്കൊന്ന് എത്തി നോക്കുമ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്തത്. വിശുദ്ധ മാമോദീസ എന്ന കുദാശയിലൂടെ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. വീണ്ടും വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപമോചനം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് അതിനുശേഷം നാം എത്രത്തോളം പരിശുദ്ധമായി ജീവിക്കണം എന്ന് മറിയത്തിന്റെ അമലോത്ഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക.